السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. قل بفضل الله وبرحمته. ആദരിക്കാനും ബഹുമാനിക്കാനും കടപ്പെട്ട ഉസ്താദുമാരും മറ്റു എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പിതാക്കൾ, കൊച്ചനുജന്മാർ, ഉമ്മമാർ, അനുജത്തിമാർ, ജ്യേഷ്ഠന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നത്തുൽ നഈമിൽ അല്ലാഹു നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500 ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് നാമൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു സുദീർഘ പ്രഭാഷണം നടത്തുന്നത് ഒട്ടും യുജിതമല്ല എന്ന് മനസ്സിലാക്കി ഈ മുതഅല്ലിമിന്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് മഹബ്ബത്ത് വാക്കിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലോ മാത്രം ഒതുങ്ങി നിൽക്കാൻ ഉള്ളതല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിലും അതുപോലെ തന്നെ നമ്മുടെ അമലുകളിലും ഒക്കെ ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹുബ്ബ് അഥവാ മഹബ്ബത്ത് ഉണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹത്തുക്കളായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നതായി കാണാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യൻ യഥാർത്ഥ മഹബ്ബത്ത്, ഒരു യഥാർത്ഥ ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ, അവൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫിഅലുകൾ, ഖൗലുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ ഒക്കെ ഇത്തിബാഉ ചെയ്ത് ജീവിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു നബിദിനത്തിൽ നാം പ്രതിജ്ഞയെടുക്കുക, ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ നാം മുറുകെ പിടിക്കും, അതുപോലെ തന്നെ ആ അധ്യാപനങ്ങൾ അനുസരിച്ച് നാം ജീവിക്കുമെന്നുമൊക്കെ നാം ഓരോരുത്തരും ഹൃദയത്തിൽ വലത്തെ കൈ ഈ ഭാഗത്ത് വെച്ചുകൊണ്ട് നാം എല്ലാവരും പ്രതിജ്ഞയെടുക്കുക. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വ്യക്തിക്ക് മഹബ്ബത്ത് കൂടിയാൽ പിന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച ഒരു കാര്യവും ആ വ്യക്തിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച കാര്യങ്ങൾ അവൻക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല, അവൻക്ക് ചെയ്യുവാൻ മനസ്സ് വരികയില്ല. അതുപോലെ തന്നെ ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവൻക്ക് ചെയ്യുവാൻ ഇഷ്ടം വരുമെന്നും മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അസന്നിധ്യമായി കൊണ്ട് നമ്മോട് അഭിസംബോധനം ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ മക്കളുടെ നടത്തവും പോക്കുമൊക്കെ എങ്ങോട്ടാണ് പിതാക്കളെ, പ്രിയപ്പെട്ട മാതാക്കളെ ഒന്ന് ചിന്തിക്കുക.